മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മണ്ണ് തള്ളിയതോടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുമോ എന്ന ആശങ്കയിൽ 10ഓളം കുടുംബങ്ങൾ. കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടത്ത് വലിയ തോതിൽ മണ്ണ് തള്ളിയതോടെയാണ് പരാതി ഉയർന്നത്. മഴ പെയ്താൽ മണ്ണൊലിപ്പ് ഉണ്ടാകുമോ എന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട്. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാത മലയോര ഹൈവേയായി ഉയർത്താനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി വെള്ളിലാങ്കണ്ടത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മണ്ണ് തള്ളുന്നുണ്ട്. വലിയ തോതിൽ മണ്ണ് തള്ളിയതോടെയാണ് റോഡിന് അടിഭാഗത്ത് താമസിക്കുന്ന ആളുകൾ പരാതിയുമായി രംഗത്ത് വന്നത്. മഴ പെയ്യുന്ന സാഹചര്യത്തിൽ തള്ളിയിരിക്കുന്ന മണ്ണ് തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുകയും തോട് അടയുന്നതിനും കാരണമാകും. ഇങ്ങനെ സംഭവിച്ചാൽ തോട് ഗതി മാറി കൃഷിയിടത്തിലൂടെ ഒഴുകും. മേഖലയിലെ കുടുംബങ്ങൾ പ്രധാനമായും കൃഷിയിടങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള കുടിവെള്ള സ്രോതസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. തോട് കൃഷിയിടത്തിൽ കയറി ഒഴുകിയാൽ കിണറുകളിലടക്കം മലിനജലം ഒഴുകിയെത്തും. ഇത് പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിക്കും. ഈ രീതിയിൽ മണ്ണിങ്ങനെ വന്ന് തോട്ടിൽ കുറ്റിയും കല്ലും വന്നു കിടക്കുന്നു. ഈ മല പോലെ മണ്ണ് ഇവിടെ നിൽക്കുന്നു. ഈ മണ്ണ് ഓരോ മഴയ്ക്ക് ഊർന്ന് താഴോട്ട് തോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തോട് ബ്ലോക്കായി കഴിഞ്ഞാൽ ഈ വെള്ളം ഇതേ കയറി ഒഴുകും. ഈ എൻ്റെ ഉൾപ്പെടെ താഴോട്ട് 8-9 കിണറുകളുണ്ട്. ഈ താഴ്വശത്തൂടെ വെള്ളം ഒഴുകുമല്ലോ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ കിണറുകളെല്ലാം മൂടുകയും നശിക്കുകയും ചെയ്യും. ഞങ്ങളുടെ എല്ലാവരുടെയും കുടിവെള്ളം മുട്ടും. പരാതി അറിയിച്ചിട്ടും വീണ്ടും മണ്ണ് തള്ളുന്ന സമീപനമാണ് കരാറുകാരൻ സ്വീകരിക്കുന്നത്. മണ്ണ് നീക്കം ചെയ്യാമെന്ന് പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല. ശക്തമായി മഴ പെയ്താൽ റോഡിന് അടിവശത്തെ വീടുകളിലേക്ക് വലിയ തോതിൽ മണ്ണിടിഞ്ഞു കയറുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട്. വികസനത്തിന്റെ ഭാഗമായിട്ട് മണ്ണിറക്കിയതാണ് ഈ കാണുന്നത്. ഈ മണ്ണിറക്കിയത് കൊണ്ട് ഇപ്പം പറ്റിയേക്ക് തന്നെ തോട്ടിലേക്ക് ഈ മണ്ണ് ഊർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. തോട്ടിലേക്ക് വന്ന് ഈ തോടിപ്പോൾ അടയുന്ന ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പം നോക്കിയാൽ തന്നെ കാണാം, കുറ്റിയും കല്ലും എല്ലാം വന്ന് തോട്ടിൽ വീണിട്ടുണ്ട്. ഇനി ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ തോടടയും. തോടടഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൃഷി സ്ഥലത്തേക്ക് ഞങ്ങളുടെ കുടിവെള്ള പദ്ധതി എല്ലാം പോകും. ഞങ്ങളുടെ കുടിവെള്ള ഇവിടെയാണ്. എൻ്റെ സ്ഥലമാണിത്. അപ്പോൾ ഈ മണ്ണ് നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ മണ്ണ് ഇരുന്നെങ്കിൽ പോരുള്ളൂ. അത് തോട് അടയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണ് വീണ്ടും കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കൈത്തോടിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ സംരക്ഷണ ഭിത്തി കെട്ടിയാൽ വിഷയത്തിൽ പരിഹാരമാകുമെങ്കിലും അതിന് നടപടികൾ ആരും സ്വീകരിക്കുന്നില്ല. നിലവിൽ വലിയ കല്ലുകളും മരക്കുറ്റികളും കൈത്തോട്ടിലേക്ക് പതിച്ചിട്ടുണ്ട്. മണ്ണ് തള്ളുന്ന സന്ദർഭത്തിൽ പാറക്കല്ലുകൾ ഉരുണ്ടുവരുന്നത് കൃഷിയിടത്തിൽ ഇവർക്ക് പണി ചെയ്യാനും ഭീതിയുണ്ടാക്കുന്നു. ഇനി മണ്ണ് തള്ളാതിരിക്കാനും നിക്ഷേപിച്ച മണ്ണ് ഒലിച്ചിറങ്ങാതിരിക്കാനും നടപടി സ്വീകരിക്കണമെന്നാണ് 10ഓളം കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാഞ്ചിയാർ.